പിന്നെ ഈ പഴത്തിൽ വരുന്ന ഈ നക്ഷത്രം ഇത്രയല്ല, എണ്ണ നമ്മൾ കിതാബിലുണ്ട്. എണ്ണ ഓരോ രാശിയിലും പിന്നെ എണ്ണ എത്രയെന്ന് ഓരോ രാശിയിലും എണ്ണ ഇതിൽ കൂടുതലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തെളിഞ്ഞ് കാണാവുന്നതാണ് നമ്മുടെ ചിത്രത്തിലുള്ളത്. അതാണ് ഇംഗ്ലീഷ്. ഇന്നും അങ്ങനെ തന്നെ. ഇപ്പം ഞാനത് കണ്ടുപിടിക്കുന്നത് എനിക്ക് വാനശാസ്ത്രത്തിൻ്റെ പിന്നെ പഠനം പിന്നെ BSc BSc പിന്നെ ആസ്ട്രോണമി എടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്കുള്ള ഒരു ഉത്തരവാദിത്വം. ഏതൊരു ഷറഹിൽ ഇങ്ങനെ കണ്ടുപോകാനായിട്ട്, അതായത് അന്ന് നിരീക്ഷിച്ചപ്പോൾ അന്ന് കണ്ടു, ഇപ്പൊ അങ്ങനെ ആയിക്കോളന്നില്ല. ഇപ്പൊ അങ്ങനെ ആയിക്കോളൊന്നും ഇല്ലെന്നല്ല, ഇപ്പൊ ഉണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെ. അപ്പോഴും അതിൽ ഏതോ ഒരു ഷറഹിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ല, ഇപ്പോഴും അങ്ങനെ തന്നെ. അല്ല, ഇപ്പോഴും അങ്ങനെ ആയിക്കോളെന്ന് പറഞ്ഞിരിക്കുന്നവർ തെറ്റായിരിക്കത്തില്ല. ചിലപ്പം വേറെ എന്തെങ്കിലും കാരണങ്ങളാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വികസനം പിന്നെ വന്നു മാറിയിട്ടെങ്കിലേ ഉള്ളൂ. ഈ രൂപം അള്ളാഹു തന്നിരിക്കുന്ന അതിന് കൃത്യമായി, അതാണ് കുതിരത്ത്. അള്ളാഹുവിൻ്റെ കുതിരത്ത് ആയിരക്കണക്കിന് വർഷങ്ങൾ കടന്നു പോയിട്ടും ഒരു അല്പം പോലും വ്യത്യാസമില്ലാതെ ഇത് വന്നുകൊണ്ടിരിക്കുന്നു. അത് കുതിരത്താണ്, കുതിരത്ത് പഠിപ്പിക്കാനാണ്. നമുക്കിപ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. അപ്പോൾ എനിക്കന്നേരം ഒരു ഉത്തരവാദിത്വം വന്നത് ഇതുകൊണ്ടാണ്. ഞാനിത് പഠിച്ചത് വേറൊരു കാര്യത്തിന് വേണ്ടിയല്ല. ഇത് അള്ളാഹുവിനോടുള്ള നമ്മുടെ ഇൽമിൻ്റെ ഭാഗത്തുള്ള ഒരു ഉത്തരവാദിത്വം തീർക്കാനാണ്. അതിപ്പോൾ ഉസ്താദിനെയും അതങ്ങ് ഏൽപ്പിച്ചിരിക്കുകയാണ്. പിന്നെ ഈ വിഷയം പിന്നെ ഇത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള വിഷയം. അപ്പം അതുകൊണ്ട് പിന്നെ കാരണം എന്താണെന്നറിയോ, ഞാൻ വാനശാസ്ത്രം രണ്ട് കിതാബിൽ ദർസിൽ പിന്നെ വാനശാസ്ത്രം ഉണ്ട്. പിന്നെ കോളേജിൽ മാത്തമാറ്റിക്സ് ആസ്ട്രോണമിയോ രണ്ട് വിഷയമാണ് നമുക്ക് പിന്നെ BScക്കുള്ളത്. അപ്പം അസ്ട്രോണമിയിൽ പുസ്തകം എഴുതിയിട്ടുണ്ടെന്ന് ഒരിക്കലും പിന്നെ ഇത് ഗ്രഹിപ്പിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇത്രയും സംവിധാനം ഉണ്ടാക്കാൻ തോന്നിക്കഴിഞ്ഞപ്പോഴേ പിന്നെ നമുക്ക് പിന്നെ ഒരു ലക്ഷ്യം അള്ളാഹു തന്നല്ലോ. ആ ലക്ഷ്യം വെച്ചുകൊണ്ട് പിന്നെ അള്ളാഹു ആ ഇൽമിൻ്റെ വികസനത്തിന് വേണ്ടി പിന്നെ ആരെങ്കിലും ചുമതല ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ. അതുകൊണ്ട് ഉസ്താദിനെയും അതിൻ്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. പിന്നെ നിങ്ങളെയും കൂടെ ഇവരെയും ബനാനിയെയും ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളെ എല്ലാവരെയും കൂടെ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് വേണ്ടി പ്രത്യേകം കൊണ്ട് ദുആ ചെയ്യും. പിന്നെ റഹ്മാനായ റബ്ബ് എല്ലാ കരുണയും അള്ളാഹു തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ വിഷമങ്ങളൊക്കെ മാറ്റി തരാനും പ്രത്യേകം ഈ ഇൽമിൻ്റെ വിഷയത്തിൽ നമുക്ക് വന്നിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരാനും പിന്നെ അത് വികസന രൂപത്തിലാക്കി നമുക്ക് സ്വർഗം ഇതിന് പകരമായിട്ട് തരാനും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും സ്വർഗമാക്കി തരുമാറാകട്ടെ. നമുക്ക്